തലയില് വേദനയൊന്നും തോന്നണില്ലല്ലോ. ഓപ്പറേഷൻ കഴിഞ്ഞ നാൻസിക്കുട്ടിയുടെ എല്ലാ അസുഖവും മാറും. എന്താ ഒന്നും കഴിക്കാത്തത്? ഞാൻ പിന്നെ കഴിച്ചോളാം ആന്റി. നിന്റെ കാര്യം അല്ല പറഞ്ഞത്, മൈ പെരേര. അവൻ ഈയിടെയായിട്ട് ഫുഡൊന്നും വേണ്ടെന്നായിട്ടുണ്ട്. അതിനൊക്കെ ആ ഷമ്മിയും ജിമ്മിയും കണ്ട് പഠിക്കണം. വീട്ടിത്തന്മാര്. ആന്റിക്ക് മനുഷ്യരെക്കാൾ സ്നേഹം പട്ടികളോടാണ്. എന്താ സംശയം? യുനോ പട്ടി ഈസ് ഓൾസോ എ മനുഷ്യൻ. ബെന്നി എന്തെങ്കിലും കഴിച്ചോ ആന്റി? ബെന്നി? ഹൂ ഈസ് ബെന്നി? ആന്റി, എന്റെ കൂടെ വന്ന ഫ്രണ്ട്. ഈ ആന്റിയുടെ കാര്യം. ഓ, ഐ എം സോറി, മൈ പേഷ്യന്റ്. ഓ മൈ ഗുഡ്നസ്, അവന് ഞാൻ ഫുഡ് കൊടുക്കാൻ മറന്നുപോയി. ജീസസ്. വിശന്ന് തളർന്നു കാണൂല്ലേ? ഏയ്, കാലിന് കുറവുണ്ട്. നാൻസിക്ക് എങ്ങനെയുണ്ട്? ഇവിടെ എത്തിയതിനു ശേഷം പെയിനൊന്നും വന്നിട്ടില്ല. എന്നാലും എപ്പോഴാ റെക്കർ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ബെന്നി. പാവം, ഒരായുസിന്റെ മുഴുവൻ വേദനയും അവൾ ഇതിനകം അനുഭവിച്ചിട്ടുണ്ടാവും. തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഞാനിതൊക്കെ ചെയ്തത് എന്റെ പഴയ നാൻസിക്കുട്ടി എനിക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ്. നാൻസിക്കുട്ടി, ഇതിനുള്ളിൽ എന്താണെന്ന് അറിയാമോ? പറ. എനിക്കറിയില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ചെറുക്കന്റെ ഫോട്ടോ. നോക്കട്ടെ. ധൃതി കണ്ടില്ലേ? കളിപ്പിക്കല്ലേ? ഇങ്ങോട്ട് തരാം. ഇങ്ങോട്ട് തരേനെ. തരുന്ന പ്രശ്നമില്ല. മമ്മി ജിപിച്ചാൻ എന്റെ ഫോട്ടോ തരുന്നില്ല. നിന്റെ ഫോട്ടോ കാണാൻ കൊള്ളാം. മമ്മി, ഈ വായാടിയെ കാണിക്കരുത്. ഇത് മമ്മിയുടെ മരുമകനാകാൻ യോഗ്യനാണോ എന്ന് മമ്മി തന്നെ കണ്ടൊന്ന് തീരുമാനിച്ചേ. നല്ല മിടുക്ക. തിങ്കളാഴ്ച വരും കാണാൻ. ജോസി, വീട് എന്നെ കണ്ടിട്ടാ വീടിന്റെ പണയക്കടം പോലെ ഇതുവരെ വീട്ടിൽ തീർന്നിട്ടില്ല. ഒക്കെ നടക്കും മമ്മി. ഡാഡി ഉണ്ടായിരുന്നെങ്കിൽ. ഇനി അതൊക്കെ ഓർത്ത് മമ്മി വിഷമിച്ചോണ്ടിരിക്കരുത്. പിന്നെ തിങ്കളാഴ്ച ഊണ് കഴിക്കാൻ ചെറുക്കനും ഉണ്ടാവും. ഒരു താറാവിനങ്ങ് തട്ടിക്കോ. ഫ്രെഡി, പേരെന്താണെന്ന് ചോദിക്കും. പേരെനിക്കറിയാലോ. അതൊക്കെ, പക്ഷെ ഈ വക സന്ദർഭങ്ങളിൽ അറിയാമെങ്കിലും ചോദിക്കണം. തന്നെ സംസാരിക്കോ, സംസാരിച്ചാൽ തന്നെ വല്ല വിക്കുണ്ടോ, ശബ്ദം മെയിൽ വോയിസ് ആണോ ഫീമെയിൽ വോയിസ് ആണോ എന്നൊക്കെ ഉള്ള ഒരു ടെസ്റ്റിന് വേണ്ടി അല്ലേ ക്ലെമന്റ്? ഒൺലി ഫോർ ഫോർമാലിറ്റി. എന്നാ പിന്നെ ഫോർമാലിറ്റീസ് തെറ്റിക്കണ്ട. എന്താ പേര്? ഏതുവരെ പഠിച്ചു? സോറി, അത് മാത്രം ചോദിക്കരുത്. അക്കാര്യത്തിൽ ശുദ്ധ മണ്ടൂസ് ആയതുകൊണ്ട് കെട്ടിച്ചു വിടാമെന്ന് തീരുമാനിച്ചത്. പിന്നെ നന്നായിട്ട് പാടും. പള്ളിയിലെ എന്റെ ക്വയർ ടീമിലെ പ്രധാന ഗായികയാണ്. ഇതാണ് ഞങ്ങളുടെ മമ്മി. മമ്മി, എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടോ? കാര്യങ്ങളൊക്കെ ജോസി പറഞ്ഞിട്ടില്ലേ? സ്ത്രീധനായിട്ടൊക്കെ തരാൻ ഞങ്ങളുടെ കയ്യിൽ. എനിക്കെല്ലാം അറിയാം. നാൻസി എനിക്ക് ഇഷ്ടമായി ഒരു 100 വട്ടം. ഇനി എന്നെ ഇഷ്ടാവെന്ന് അറിഞ്ഞാൽ മതി. അതിപ്പോ അറിഞ്ഞുതരാം, നോ പ്രോബ്ലം. നാൻസി, ഫ്രെഡിക്ക് ഏത് സ്റ്റുഡിയോയിലാ ജോലി? എന്റെ സ്വന്തം സ്റ്റുഡിയോയാ. വലിയ കേമമായിട്ടൊന്നുമില്ല. അത്യാവശ്യം ജീവിച്ചു പോകാൻ കുഴപ്പമില്ല. പിന്നെ പറയുന്നതുകൊണ്ട് മറ്റൊന്നും തോന്നരുത്. അവക്ക് ഫ്രെഡിയെ ഭയങ്കര ഇഷ്ടായി. എന്താ ഇത്? വിവാഹത്തിന് മുമ്പ് ഇങ്ങനെ പെണ്ണിന്റെ വീട്ടിൽ കയറി ഇറങ്ങുന്നത് ശരിയല്ല.
എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ഞാൻ വളരെ ബ്രോഡ് മൈൻഡഡ് ആണ്. നിനക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം. എഴുതിയോ? അടുത്തത് ജോർജ് പോൾ, റിവർ വ്യൂ, ഗാന്ധിനഗർ. വ്യൂവിന്റെ സ്പെല്ലിംഗ് ഇതാണോ? VIEW എന്നുള്ളത് PEW. ഇനി നീ വായിക്ക. വായിക്കറിയോ? ആ വായിക്ക. നാൻസിയുടെ മാരേജ് ഇൻവിറ്റേഷനെ ഫാദർ. കൺവേ മീ ബ്ലെസ്സിങ്സ്. താങ്ക് യു ഫാദർ. അപ്പൊ സാറ് മറക്കരുത്, 18-ാം തീയതി ഷുവർ, വിത്ത് ഫാമിലി. ഏറ്റു. കുട്ടി മിണ്ടിയിട്ടില്ല. അവൾ സംസാരിച്ച് കാണണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിച്ചത് എന്റെ മമ്മയായിരുന്നു. പക്ഷെ അത് കാണാനുള്ള ഭാഗ്യം കിട്ടുന്നതിന് മുമ്പ് എല്ലാം ഞാൻ ഡോക്ടർ ഫെർണാണ്ടസിൽ അർപ്പിച്ചിരിക്കുക. മറ്റന്നാളാണ് ഓപ്പറേഷൻ. നാളെ തന്നെ നാൻസി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. താൻ എങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകും? പോലീസ് ഇപ്പൊ നമുക്ക് വേണ്ടി 4 പാടും വലവിരിച്ചിട്ടുണ്ടാവും. തന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നമുക്ക് വഴിയുണ്ടാക്കാം. എന്റെ ഒരു സുഹൃത്തുണ്ട്, സൈദാലി, ടാക്സി ഡ്രൈവറാ. അയാളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ എടാ, നിന്റെ ഭാഷയൊന്നും എന്റെ അടുത്ത് വേണ്ട. ഇല്ല, ഒരു പരിചയമില്ല. നിന്റെ വണ്ടി തന്നെ ഓട്ടം വിളിച്ചല്ലേ. വല്ലാതെ വേദനിക്കുന്നുണ്ടോ? എന്താ ചെയ്യാ? പഠിച്ചവരാണ് നമുക്ക് ഒരു പിടിയുമില്ല. ഓനിങ്ങനെ തെരഞ്ഞെടുപ്പെട്ട ആളാന്ന് അറിഞ്ഞെങ്കിൽ ഇന്റെ വണ്ടി കാലത്തന്നെ അത് എടാ, നിന്നോട് ഇങ്ങനെയൊന്നും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതൊരു മാതൃകാ പോലീസ് സ്റ്റേഷനാ. പ്രതികളുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ഇനി പറ, നിന്നെ ഗരുഡത്തൂക്കം തൂക്കണോ അതോ ഒലക്കൊണ്ട് ഉരുട്ടണോ? അല്ല, രണ്ടും വേണ്ട സാറേ. പൊന്നു സാറേ, ഞാൻ പറയുന്നതൊക്കെ സത്യമാണ്. എടാ, എന്നെ പോലെയല്ല സർക്കിൾ ഇൻസ്പെക്ടർ. ഇടി തുടങ്ങിയ പിന്നെ നിന്റെ പോസ്റ്റ്മോർട്ടം കഴിച്ചിട്ടേ നിർത്തുള്ളൂ. ചിരിക്കല്ല സാറ് തെറ്റിദ്ധരിച്ചാലും ഞാൻ കാര്യമാണല്ലോ. ഉണ്ടല്ലോ ശരി. സൈദാലി, ഉള്ള സത്യം പറ. നിങ്ങളുടെ കൊള്ള സംഘത്തിൽ എത്ര പേരുണ്ട്? സത്യമാണ് സാറേ ഞാൻ പറഞ്ഞേ. ഞാൻ കൊള്ളയിലുമില്ല, സംഘത്തിലുമില്ല. അതൊക്കെ നിർത്തിയിട്ട് കാലം കുറയായി സാറേ. കള്ളം പറയരുത്. കള്ളന്മാര് കള്ളം പറഞ്ഞ ഞാൻ സഹിക്കില്ല. ഞാൻ സത്യമാണ് സാറേ പറയണേ. കള്ളപ്പണി മുഴുവൻ നിർത്തിയിട്ട് കുഞ്ഞുകുട്ടി പരാതിക്കാരനായിട്ട് മാനം മര്യാദയായിട്ട് ജീവിക്കാണ് സാറേ ഞാൻ. ഇനി അവനെ ഉപദ്രവിക്കരുത്. അവൻ പറയുന്നത് സത്യമാണെന്ന് എന്റെ മനസ്സ് മന്ത്രിക്കണം. ആയിക്കോട്ടെ, ഒരു 5-6 അടി കൂടുതൽ കൊടുത്തു എന്ന് കരുതി പ്രശ്നമൊന്നുമില്ലല്ലോ. ഇടി എന്നുള്ളതിന്റെ പര്യായപരമായിട്ടാണ് ജനങ്ങൾ പോലീസിനെ കരുതുന്നത്. ആ ധാരണ അത്ര പെട്ടെന്ന് മാറ്റിയ ജനങ്ങൾ നമ്മളെ കയറി ഇടിച്ചെന്ന് വരും. അയ്യോ, അതാ അബദ്ധ. അതാ പറഞ്ഞത്. സാറ് എവിടെയാ അവരെ ഇറങ്ങിയത്? തേവര പെറിന്റെ അവിടെ തെക്കോട്ട് മാറി ആ മുക്കിലാണ് ഇറക്കി വിട്ടത്. ഞാൻ പലതവണ സാറിനോട് പറഞ്ഞതാണ് ഏമാനെ. അവിടുന്ന് പിന്നെ അവരെങ്ങോട്ടാ പോയേ?
അതെനിക്ക് അറിഞ്ഞൂടാ. ഇറക്കി വിട്ട സ്ഥലം കൃത്യമായിട്ട് ഓർമ്മയുണ്ടോ? ആ, അത് ഓർമ്മയുണ്ട്. ഓക്കെ കുഞ്ഞീശോ സാർ, ആ ജീപ്പിന്റെ സ്റ്റാർട്ട് നമ്മൾ മാറി നോക്ക്. സാർ ഓടോ. ഇതെവിടെ നോക്കിയാണോ നടക്കുന്നത്? ഞാൻ ഈ നാട്ടുകാരനല്ല, അതുകൊണ്ട്. മുറുക, നീ പാക്കലി ഇടാൻ ഞാൻ നടക്കുന്നത്. ലൊടലൊടാണ് എങ്ങ പോയിട്ടാണ് ഇവിടെ തിരുട്ടപ്പെടുക. ഓ സോറി സാർ. കാലും പോച്ച് കാശും പോച്ച്. കള്ളൻ, അവൻ താനിവൻ, ഇവൻ താനവൻ. കള്ളൻ, നിഴലാകെ തിരുടാ, നിഴലാകെ തിരുടൻ, തിരുടൻ. ഓടി വാങ്ങ, ഓടി വാങ്ങ, അവൻ കള്ളൻ. ഓടി വാങ്ങ, ഓടി വെച്ചോളെ, പിടിയാ. കള്ളൻ, ഓടി കൂപ്പിട്. ആ കള്ളൻ തിരുടൻ പിടിച്ചോളെ. അയാളെ പിടിച്ചോളെ, അയ്യോ കള്ളൻ, എന്നെ ഹെൽപ്പ് പോയിട്ടാ. 5 ലക്ഷം രൂപ ഞാൻ കയ്യിലെടുത്തിട്ട് ചണ്ടാളം എന്നെ എവിടെയാ? ഒരു പിടിയുമില്ല. ഒന്നുമില്ല മോളെ, പേടിക്കാനൊന്നുമില്ല. ഒരു ചെറിയ കോൾഡാ. നീ എന്തിനാ മഴയത്ത് ഇറങ്ങി കളിക്കാൻ പോയത്? പോലീസ് എത്തിയിട്ടുണ്ട്. ഉടനെ ഇവിടുന്ന് രക്ഷപ്പെടണം. ഇല്ലെങ്കിൽ ഞാനും നീ നിന്റെ ചേട്ടനും പോലീസിന്റെ കയ്യിലാവും. നിൽക്കണം. കുഞ്ഞീശോ, നിങ്ങൾ ഈ വഴി വീടിന് പിൻഭാഗത്തു വാ. നിങ്ങൾ അതിലേ വാ. താൻ എന്റെ കൂടെ വരും. വാടം. സാർ, അവന്റെ വീട് കണ്ടുപിടിച്ചല്ലേ, ഇനി അവൻ പോയിക്കോട്ടെ. നീ പോകാറാകുമ്പോ ഞങ്ങൾ പറയും. ഓ, ബെന്നി, ഓടങ്ങ്. രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. പിടിക്കല്ലേ, പിടിക്കണേ.